അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമ കമ്പനിയായ ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായാണ് റിപ്പോർട്ടുകൾ. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന് കമ്പനി സമർപ്പിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷത്തെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള രണ്ടാം പാദത്തിൽ മാത്രം $238 മില്യൺ, അതായത് ഏകദേശം 2000 കോടിയോളം രൂപയുടെ ഭീമമായ നഷ്ടമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനിക്കുണ്ടായ നഷ്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ 10 ഇരട്ടിയിലധികമാണ് ഈ തുക എന്നത് പ്രതിസന്ധിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ മാതൃ കമ്പനിയായ ട്രംപ് മീഡിയ ഡിജിറ്റൽ കറൻസികളായ ക്രിപ്റ്റോ പോലെയുള്ള മറ്റ് മേഖലകളിലേക്ക് നിക്ഷേപം വ്യാപിപ്പിച്ചതാണ് ഈ കൂറ്റൻ നഷ്ടത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കമ്പനിക്ക് ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ മാത്രം $190 മില്യൺ മൂല്യശോഷണം സംഭവിച്ചു. പ്രധാനമായും ക്രിപ്റ്റോ ഹോൾഡിംഗ് കമ്പനിയായി പ്രവർത്തിച്ചതാണ് തിരിച്ചടിയായത് എന്ന് വിപണി വിദഗ്ധരും വിലയിരുത്തുന്നു. ഇക്കാലയളവിൽ കമ്പനിയുടെ വരുമാനം $1.7 മില്യൺ ഉയർന്നിട്ടുണ്ടെങ്കിലും ഭീമമായ നഷ്ടത്തിനു മുന്നിൽ ഇത് നിസ്സാരമാണ്. ഈ വർഷത്തെ ആദ്യ 6 മാസത്തിൽ മാത്രം മൊത്തം $644 മില്യൺ നഷ്ടമാണ് കമ്പനിക്കുണ്ടായത്. സാമ്പത്തിക ഫലം പുറത്തു വന്നതോടെ ഓഹരി വിപണിയിൽ കമ്പനിയുടെ ഓഹരി മൂല്യം 8% ഇടിയുകയും ചെയ്തു. എന്നാൽ നഷ്ടം നികത്താൻ വിവാദപരമായ പുതിയൊരു സേവനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനി. ട്രൂത്ത് API എന്ന പേരിലുള്ള പുതിയ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വഴി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവയ്ക്കുന്ന നിർണായക പോസ്റ്റുകൾ സാധാരണ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വൻകിട നിക്ഷേപകർക്ക് ലഭ്യമാക്കും. ട്രംപിന്റെ നയപരമായ പ്രഖ്യാപനങ്ങൾ ഓഹരി വിപണിയെ നേരിട്ട് സ്വാധീനിക്കാറുള്ളതിനാൽ ട്രേഡർമാർക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് കമ്പനിയുടെ വാദം. മാസം $60,000 മുതൽ $1 ലക്ഷം വരെ ഫീസ് ഈടാക്കുന്ന ഈ സേവനത്തിൽ ഇതിനകം 10 വൻകിട ഉപഭോക്താക്കൾ പങ്കാളികളായി കഴിഞ്ഞു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക പദവിയും പ്രസ്താവനകളും ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനി സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നത് വലിയ ധാർമ്മികവും നിയമപരവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കൂടാതെ എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്രമുഖ പ്ലാറ്റ്ഫോമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ട്രൂത്ത് സോഷ്യലിലെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നതായും സിമിലർ വെബിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ കറൻസികളിലേക്ക് നിക്ഷേപം വ്യാപിപ്പിച്ച് കമ്പനിയെ ഭീമമായ നഷ്ടത്തിലേക്ക് തള്ളിയിട്ട ട്രംപ് മീഡിയയുടെ മാനേജ്മെന്റ് നയങ്ങൾക്കെതിരെ വിപണി വിദഗ്ധരിൽ നിന്നും ഓഹരി ഉടമകളിൽ നിന്നും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പകരം ഉയർന്ന അപകട സാധ്യതയുള്ള ക്രിപ്റ്റോ മാർക്കറ്റിൽ വൻ തുക നിക്ഷേപിച്ചത് ഒരു മീഡിയ കമ്പനിക്ക് ചേർന്ന തന്ത്രമല്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ജനപ്രീതിയിൽ എക്സിനും ഫേസ്ബുക്കിനും ബഹുദൂരം പിന്നിലായ പ്ലാറ്റ്ഫോമിന്റെ സന്ദർശകരിൽ ഒരു വർഷത്തിനിടെ 1/3 കുറവുണ്ടായത് കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്നും നിക്ഷേപകർ ആശങ്കപ്പെടുന്നു. അതേസമയം ട്രൂത്ത് API വഴി മാസം ലക്ഷക്കണക്കിന് ഡോളർ ഈടാക്കി വൻകിടക്കാർക്ക് പ്രസിഡന്റിന്റെ പോസ്റ്റുകൾ വേഗത്തിൽ എത്തിച്ചു നൽകുന്ന നീക്കം അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ കേൾവിയില്ലാത്ത സാമ്പത്തിക അധർമ്മമാണെന്നാണ് ലീഗൽ എത്തിക്കൽ വാച്ച് ഡോഗുകളും പ്രതിപക്ഷ നേതാക്കളും ആരോപിക്കുന്നത്. പ്രസിഡന്റിന്റെ നയപ്രഖ്യാപനങ്ങളും വിദേശകാര്യ നിലപാടുകളും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പങ്കാളിത്തമുള്ള സ്വകാര്യ കമ്പനി ലാഭമുണ്ടാക്കുന്നത് രാജ്യത്തിന്റെ പൊതു താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പണം നൽകുന്ന വൻകിട ട്രേഡർമാർക്ക് വിപണിയിൽ അനാവശ്യ മുൻഗണന നൽകുന്ന ഈ സംവിധാനം സാധാരണ നിക്ഷേപകരെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നും ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും നിയമ നടപടികൾക്കും ഇത് വഴിവെക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു.